ഓണത്തിന് കായ വറുത്തതും ശർക്കര വരട്ടിയും ഒക്കെ വീട്ടിലൊരുക്കാൻ ഇത്തവണ ചിലവേറുമെന്നത് നമുക്കറിയാം. ഇനി കടകളിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ റെക്കോർഡ് വില. വിലക്കയറ്റം കാരണം വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റു മാർഗങ്ങൾ തേടുകയാണ് പലരും. നല്ല നാളികേര വെളിച്ചെണ്ണ കുറച്ചു കാലമായി പുള്ളിയാണ് താരം. റെക്കോർഡ് വിലയായിരുന്നത് കൊണ്ട് തന്നെ VIP പരിഗണനയിലായിരുന്നു കക്ഷി. ഓണമെടുത്തപ്പോൾ നല്ല കച്ചവടം പ്രതീക്ഷിച്ചിരുന്ന വിപണിയെ വെളിച്ചെണ്ണ വില തേച്ചു. ഓണക്കാലത്തെ ഉപ്പേരി വിൽപ്പനയിൽ ലാഭം കൊയ്യാമെന്ന് കരുതിയ പലർക്കും ഉപ്പേരി വില കൂട്ടേണ്ടി വന്നു. ഇതോടെ കച്ചവടം കുറഞ്ഞു. ഓണത്തിന് സദ്യയുടെ അറ്റത്ത് ഒഴിച്ചുകൂടാനാവാത്തതാണ് കായവറുത്തതും ശർക്കര വരട്ടിയുമൊക്കെ. പക്ഷേ ഓണം അടുക്കുമ്പോൾ 480 രൂപയാണ് 1 കിലോ ചിപ്സിന്റെ വില. വെളിച്ചെണ്ണ വില കൂടിയതിന്റെ പേരിലാണ് ഈ വില കൂടിയത്. 1.5 മാസത്തോളമായി, 2 മാസമായി ഈ വില ഇങ്ങനെ കയറി നിന്നിട്ട്. പച്ചക്കറി ഇപ്രാവശ്യം കുറച്ച് കുറവുണ്ട് ടൈമിൽ. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. മെയിൻ കാരണം അതാണ്, വെളിച്ചെണ്ണ വില. കായ്ക്ക് പിന്നെ അത്യാവശ്യം വില ഉണ്ടെങ്കിലും വെളിച്ചെണ്ണ മെയിൻ. സമീപകാലത്തെങ്ങുമില്ലാത്ത വണ്ണം റോക്കറ്റ് പോലെയാണ് വില ഉയർന്നത്. പല അടുക്കളകളിലും വെളിച്ചെണ്ണ ഉപയോഗം പേരിന് മാത്രമായി. ഒടുവിൽ വെളിച്ചെണ്ണയെ തിരിച്ചു തേച്ച് പലരും ബദൽ മാർഗങ്ങൾ തേടി. കേരളത്തിൽ ഇഷ്ടംപോലെ നാളികേറുണ്ട്, പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. 1 കിലോ വാങ്ങുന്നിടത്തിൽ 500 വാങ്ങും. കുറേശ്ശെ ഉപയോഗിക്കും. രുചിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കും, മറ്റേ അതിനൊക്കെ പാം ഓയിൽ ഉപയോഗിക്കും. ഇപ്പോൾ കറി വെക്കാനൊക്കെ ഇങ്ങനെ ഫില്ലറിൽ അളക്കുമ്പോൾ അളന്നിട്ടാണ് കറിയൊക്കെ വറവിട്ട്. വെളിച്ചെണ്ണയ്ക്ക് എത്ര വിലയാണ്. വെളിച്ചെണ്ണ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. കുറേയൊക്കെ ഓയിലിൽ ഉപയോഗിക്കുക ചെയ്യുക. തേങ്ങക്ക് എത്ര 45 ഉറുപ്പിക ഒരു തേങ്ങക്ക്. അപ്പൊ പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കൂ? അപ്പൊ ഓണം അടുത്തല്ലേ, അപ്പൊ കുറച്ചായത് ഭയങ്കര ഉപകാരമായി. വിലക്കയറ്റത്തിന് പിന്നാലെ വെളിച്ചെണ്ണയ്ക്ക് പകരം പലരും പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാൻ തുടങ്ങി. കച്ചവടം വളരെയധികം ഇടിവ് വന്നിട്ടുണ്ട്. പോരാത്ത നമുക്കൊക്കെ നഷ്ടമാണ്. കാരണം വെച്ചാൽ വലിയ മുടക്കിയിട്ടും ലാഭം പഴയ ലാഭം തന്നെ കിട്ടുന്നത്. ഇന്നിപ്പം വിൽക്കുന്ന റേറ്റ് ബോക്സിന് 3500 ഉറുപ്പ്യ. 10 പാക്കറ്റ് ഉണ്ടാവും. ഒരു പാക്കറ്റിന് 370 ഉറുപ്പ്യ. ഇന്നിപ്പോൾ പറയുന്നതൊക്കെ കൊപ്പരപ്പ രണ്ടാമത് വീണ്ടും കിട്ടാനില്ല, തേങ്ങ കിട്ടാനില്ല. ഇത്തിരി റേറ്റ് കൂടുന്നും പറയുന്നുണ്ട്. പിന്നെ സ്റ്റഡി മാർക്കറ്റ് നിൽക്കുന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ കുറവൊന്നും ഉണ്ടാവില്ല എന്ന് വലിയ വെളിച്ചെണ്ണ മില്ലാരിപ്പോൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് സെയിൽ കുറഞ്ഞ്, ബട്ട് പിന്നെ അതിന് പകരം പാം ഓയിൽ, സൾഫർ ഓയിൽ കുറച്ച് സെയിൽസ് കൂടി. പൊന്നും വിലയുണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ സ്പെഷ്യൽ കെയർ കിട്ടിയേനെ. ഇതിപ്പോൾ ഓണാഘോഷത്തിന് ഭക്ഷണമൊരുക്കാൻ വെളിച്ചെണ്ണയും തേങ്ങയും വാങ്ങുമ്പോൾ പണം അല്പം കൂടുതൽ ചെലവാകും. ഓണമാണ് വരാനിരിക്കുന്നത്. നിലവിൽ വെളിച്ചെണ്ണ വില അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിലയും സാധാരണക്കാരനെ പൊള്ളിക്കുന്നതാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.